ഒരു സംവിധായകൻ ഒരു മൾട്ടി സ്റ്റാർ സിനിമ ചെയ്യുന്നു. അതിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന നടൻ പാക്കപ്പ് ആവുന്ന ദിവസം ഷൂട്ടിംഗ് തീരാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ അവിടെ നിന്ന് മുങ്ങുന്നു. പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടി ആ സംവിധായകൻ സിനിമ തീർക്കുന്നു. പക്ഷെ അതിനുശേഷം കുറെ നാളുകൾക്ക് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കുറെ നാളുകൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. അതായത് 1979 എന്നൊരു വർഷം. അന്നത്തെ ഒരു ഹിറ്റ് മേക്കർ IV ശശി എല്ലാ മൾട്ടി സ്റ്റാർ സിനിമകളും ചെയ്യുന്ന ഒരു സംവിധായകനാണ്. അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു MG സോമൻ. ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ വരെ എന്ന ഒരു സിനിമയിലൂടെയൊക്കെയാണ് ശരിക്ക് ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു ഹിറ്റായിരുന്നു ഇതാ ഇവിടെ വരെ. അത് കേട്ടാണ് IV ശശി MG സോമൻ കോംബോ കുറെ സിനിമകളൊക്കെ ചെയ്യുന്നത്. ഇത് 79 ഈ ഒരു സിനിമ അനുഭവങ്ങളെ നന്ദി എന്നൊരു സിനിമ അന്ന് നിലമ്പൂരാണ് ആ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. അന്ന് കലൂർ ഡെനീസും SL പുരം സദാനന്ദനുമാണ് അതിന്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവര് എല്ലാവരും അന്ന് അവിടെ തന്നെയാണ് താമസം, നിലമ്പൂരും മഞ്ചേരിയിലൊക്കെ ആയിട്ട്. വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. MG സോമൻ, മധു, ജയഭാരതി, സീമ, ശങ്കരാടി, ബാലയ്ക്ക നായർ, അങ്ങനെ കുറെ പേരുണ്ട്. ആ ഒരു സിനിമ ഇവര് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ അന്ന് ലാസ്റ്റ് ഡേ, ആ നിലമ്പൂർ ആ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ഡേ, ആ ഒരു ഷെഡ്യൂളാണ്, ആ ഒരു സിനിമയുടെ ആണെന്ന് പറയില്ല, ഏതായാലും ഒരു ലാസ്റ്റ് ഡേ ആണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് വേണം അന്ന്. അപ്പൊ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇവര് കുറച്ച് നൈറ്റ് പോകുന്ന ഒരു ഷൂട്ടാണ്. അപ്പൊ രാത്രി ആകുമ്പോഴേക്കും അത് തീർക്കണം. ആ സമയത്ത് MG സോമന്റെ ലൊക്കേഷനിലൊക്കെ കുറെ സുഹൃത്തുക്കളൊക്കെ വരും. അപ്പൊ അന്ന് എറണാകുളത്ത് നിന്ന് MG സോമന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. MG സോമന് കുറെ പോലീസുകാർ കുറെ സുഹൃത്തുക്കളുണ്ട്. ആ ഒരു സുഹൃത്ത് വരുന്നു. അപ്പൊ സുഹൃത്ത് വന്ന് അവിടെ തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ MG സോമൻ ആ സുഹൃത്തിന്റെ കൂടെ എറണാകുളത്തേക്ക് പോകണം. പക്ഷെ IV ശശി വിട്ടില്ല. IV ശശി പറഞ്ഞു ഒരു 2-3 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ തീർക്കാം, എന്നിട്ട് പോവാം. പക്ഷെ MG സോമന് പോയേ പറ്റൂ. അങ്ങനെ എന്തൊക്കെയോ ഒരു ഉടക്കൊക്കെ ഉണ്ടാക്കിയിട്ട് MG സോമൻ അവിടെ നിന്ന് പോയി. MG സോമൻ പോയതോടുകൂടി അന്ന് ആ ഷൂട്ട് നടന്നില്ല. ആ ഷൂട്ട് തീർക്കാതെ പാക്കപ്പ് ആവേണ്ടി വന്നു. അപ്പൊ അന്ന് അവിടെ ഒരു വർത്താനം, MG സോമന് ഈ സുഹൃത്തിന്റെ കൂടെ പോയി കമ്പനി കൂടാനാണ്. അദ്ദേഹത്തിന് സുഹൃത്തുക്കളൊക്കെ വീക്ക്നെസ് ആണ്, അവരുടെ കൂടെ കമ്പനി കൂടുകയാണ്, അതിനോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ആ സുഹൃത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയതാണ്. പിന്നെ കുറെ ആഴ്ചകൾക്ക് ശേഷം എറണാകുളത്ത് കലൂര്, ഇന്ന് കലൂര് എറണാകുളം ഉള്ളവർക്ക് അറിയാം, കലൂര് ബസ് സ്റ്റാൻഡ്, അന്നത്തെ കലൂര് ഇന്നത്തെ കലൂരൊന്നും അല്ല, 79 പറയുന്നത്. അപ്പൊ അന്ന് ആ ഒരു കലൂര് ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു പറമ്പുണ്ട്. ആ ഒരു ഒഴിഞ്ഞ പറമ്പിൽ, എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അത് ഏതാണ് ആ പറമ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ആ ഒരു ഒഴിഞ്ഞ പറമ്പിൽ അന്ന് ഒരു സെറ്റ് ഇട്ട്, നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു സെറ്റൊക്കെ വീണ്ടും അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് ഇതേപോലെ തന്നെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തു. അപ്പൊ ആ ഒരു അന്ന് മുടങ്ങിപ്പോയ ആ ഒരു സീൻസ് വീണ്ടും എടുക്കണം. അങ്ങനെ ആ ഒരു സീൻസ് വീണ്ടും എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ വീണ്ടും അന്ന് മറ്റു ചില പോലീസ് സുഹൃത്തുക്കൾ അവിടെ വരുന്നു. MG സോമനുമായി തമാശയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് MG സോമൻ അവിടെ നിന്ന് പോണം. അപ്പൊ ഇവര് IV ശശി വിടില്ല എന്നറിയാം. അപ്പൊ MG സോമൻ പറഞ്ഞു എനിക്ക് നല്ല തലവേദന, എനിക്ക് തല വെട്ടിപ്പൊളിയാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞു മരുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു മരുന്നുണ്ട്, ആ മരുന്ന് എടുത്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ അത് മരുന്ന് കഴിച്ചാൽ പോലും എനിക്ക് റെസ്റ്റ് ചെയ്യണം, അങ്ങനെയാണ് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് വീണ്ടും അവിടുന്ന് MG സോമൻ മുങ്ങി. അങ്ങനെ അന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെയും കുറെ ദിവസങ്ങൾക്ക് ശേഷം മദ്രാസിൽ ഇവർ വീണ്ടും സെറ്റ് ഇട്ട് അങ്ങനെയാണ് ഈ ഒരു സിനിമ തീർക്കാൻ പറ്റിയത്. അതായത് നിലമ്പൂര് വെച്ച് തീർക്കേണ്ട സിനിമയായിരുന്നു. അന്ന് MG സോമൻ മുങ്ങി. അത് കഴിഞ്ഞപ്പോൾ അത് എറണാകുളത്ത് വന്നു, അവിടുന്ന് മുങ്ങി. അങ്ങനെ മൂന്നാമത് മദ്രാസിൽ വെച്ചിട്ടാണ് ആ സിനിമ തീർക്കാൻ പറ്റിയത്. അപ്പൊ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് IV ശശി. അങ്ങനെ ആ സിനിമ 79 ഇറങ്ങിയ സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ച സിനിമയാണ്. പക്ഷെ ഇതിന് ശേഷം MG സോമനായിട്ട് IV ശശി കുറെ നാളുകൾക്ക് വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊരു സിനിമ ലോകത്തെ കഥയാണ്. ഈ ഒരു MG സോമനോടുള്ള ഒരു ദേഷ്യമാണ് അടുത്ത ഓപ്ഷനിലേക്ക് പോയത്. അങ്ങനെയാണ് ജയനെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്. അതിനു മുമ്പ് ജയൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ MG സോമൻ പോയപ്പോൾ ആ ഒരു ഗ്യാപ്പിലോട്ട് ജയൻ അഭിനയിപ്പിച്ചു. ഈ ഒരു സിനിമയിൽ അനുഭവങ്ങൾ നന്ദിയിലും മധു ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇതാ ഇവിടെ വരെയിലും മധു ഉണ്ട്. അപ്പൊ മധു MG സോമൻ ഒരു കോംബോ ആയിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ചെയ്ത പല സിനിമകളിലും ജയനാണ് അഭിനയിച്ചിട്ടുള്ളത്. നമുക്കറിയാം 80 എന്ന് പറയുന്ന ഒരു വർഷം 2 വലിയ ഹിറ്റുകൾ. അതിലൊന്ന് 80 മീൻ എന്നൊരു സിനിമ, വലിയ ഹിറ്റായിരുന്നു ആ സിനിമ. അതിൽ മധു ജയനുമാണ്, അച്ഛനും മകനുമായിട്ട്. അങ്ങാടിയിലും അതിൽ സുകുമാരനും രവികുമാറും അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ജയനാണ്, നമുക്കറിയാം അത് ജയന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹിറ്റ്. മലയാള സിനിമയിൽ തന്നെ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സിനിമയാണ് അങ്ങാടി. ഈ ഒരു സിനിമയിലൊക്കെ അന്ന് MG സോമൻ അഭിനയിക്കേണ്ടതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ MG സോമനായിട്ടുള്ള ഒരു പ്രശ്നമൊക്കെ കാരണമാണ് പിന്നീട് ജയൻ അഭിനയിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു വ്രതം എന്ന ഒരു സിനിമ 87 ആ ഒരു സിനിമയിലാണ് MG സോമനും IV ശശിയും വീണ്ടും ഒന്നിച്ചിട്ടുള്ളത്. അപ്പോഴേക്കൊക്കെ MG സോമൻ ഒരു നായകൻ എന്ന രീതിയിലോട്ടൊക്കെ മാറി. പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ ആ ഒരു തലമുറ വന്നു. ക്യാരക്ടർ റോളുകളിലോട്ടും അച്ഛൻ റോളുകളിലോട്ടൊക്കെയാണ് MG സോമൻ മാറിയത്. അപ്പൊ എന്തായാലും അന്ന് കുറെ തലവേദന ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് MG സോമൻ. പിന്നീട് MG സോമനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഈ കലൂർ ഡെന്നിസ് തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം MG സോമൻ
പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട് ഭൂമിക. ഭൂമിക സിനിമയും ഇതുപോലെ പലപ്പോഴായിട്ട് ഐ.വി. ശശി തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പലപ്പോഴായിട്ട് സിനിമ നീണ്ടുപോയിട്ട് ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഏതൊരു ഹോട്ടലിലെ ഒരു റിസപ്ഷനിൽ എവിടെ വെച്ചിട്ട് എം.ജി. സോമൻ അവിടെ ഇരിക്കുമ്പോൾ അന്ന് എം.ജി. സോമൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അതിൽ കുറേ നടന്മാർ ആ സിനിമയിൽ ഭൂമികയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ സുരേഷ് ഗോപിയും ജയറാമും സായികുമാർ ഒരുപാട് പേരുണ്ട്. ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുള്ള സിനിമയാണ്. അന്ന് അതിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന ഒരു യുവ നടനെ, അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ്, അദ്ദേഹം കുറച്ച് ഡേറ്റിങ്ങിന് കൊടുക്കാതെ നീട്ടിക്കൊണ്ടു പോകണം, ആ ഒരു നടനെ കാണാൻ വേണ്ടി എം.ജി. സോമൻ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് അന്ന് എം.ജി. സോമൻ അവിടെ സൗഹൃദ സർക്കിൾ പറഞ്ഞു എന്നാണ്, പണ്ട് ഞാൻ ചെയ്തിരുന്ന പോലെ ഇന്നത്തെ താരങ്ങൾ ചെയ്യുന്നു, ചിലപ്പോൾ അതൊക്കെ തിരിച്ചു കിട്ടുന്നതായിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു കുറ്റബോധത്തോടു കൂടി എം.ജി. സോമൻ സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ തെറ്റൊക്കെ അദ്ദേഹം അത് മനസ്സിലാക്കിയിരുന്നു. പിന്നീട് ഒരിക്കലും എം.ജി. സോമനെ കുറിച്ച് അങ്ങനെ നമ്മൾ ഒരു മോശമായിട്ടൊന്നും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് കുറെ നല്ല നല്ല റോളുകൾ അദ്ദേഹം ചെയ്തു. വളരെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് പല സിനിമകളൊന്നും. രഞ്ജിത്ത് പണിക്കരെ പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അനുഭവങ്ങൾ നന്ദി എന്നുള്ള സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതുപോലെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മീൻ, അങ്ങാടി, അത് എനിക്ക് തോന്നുന്നു പേഴ്സണലി അതൊക്കെ ജയൻ തന്നെയാണ് ആ ഒരു വേഷം ചെയ്യാനൊക്കെ നല്ലത്. ചിലപ്പോൾ സോമനായിരുന്നെങ്കിൽ വേറെ തരത്തിൽ ചെയ്യുമായിരിക്കും. പക്ഷെ ആ ഒരു ഫിസിക്കൊക്കെ വെച്ചിട്ട് അങ്ങാടിയിലെ ഒരു വേഷം അത് ജയൻ തന്നെയായിരുന്നു ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ കമന്റ് ചെയ്യുക.